അപ്പോൾ അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ പിന്നെ ട്രംപ് ഭരണകൂടം പോയി. അപ്പോൾ സുപ്രീം കോടതി ഉത്തരവിട്ടു ഈ മൂന്നാം രാജ്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന്, ആളുകളെ വിടുന്നതിന് തെറ്റില്ല, അത് ഓക്കെ ആണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു വിധി പിന്നെ പ്രഖ്യാപിച്ചു. ആ വിധിയിൽ എന്തുകൊണ്ടാണ് ആ തീരുമാനം എടുത്തതെന്നുള്ളതിനെപ്പറ്റി യാതൊരു കാരണങ്ങളൊന്നും പറയാതെയാണ് ഒരു പിന്നെ തീരുമാനം വന്നത്. അത് ഈ ജഡ്ജിമാർ ആറ് ജഡ്ജിമാർ അതിനെ അനുകൂലിച്ചു, കൺസർവേറ്റീവ് ജഡ്ജിമാർ 3 ജഡ്ജിമാർ അതിനെ എതിർത്തു, ഈ ലിബറൽ ജഡ്ജിമാർ. അപ്പോൾ ഇന്ന് ഈ ജഡ്ജി മർഫി വീണ്ടും ഉത്തരവിട്ടു ഇവരെ തിരിച്ചു കൊണ്ടുവരണം, അല്ല ഇവരെ അങ്ങനെ ഡ്യൂ പ്രോസസ് ഇല്ലാതെ അവരെ അങ്ങോട്ട് അയക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഉത്തരവിട്ടു. കാരണം ആ ഉത്തരവ് നിലനിൽക്കുന്നതാണ്. അതിന് സുപ്രീം കോടതിയുടെ ഉത്തരവ് അതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ജഡ്ജിയുടെ നിലപാട്. അപ്പോൾ അതിനെതിരെ വൈറ്റ് ഹൗസിലെ നമുക്കറിയാം ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും തീവ്രമായിട്ട് നിൽക്കുന്ന സ്റ്റീഫൻ മില്ലർ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ജഡ്ജി അതിന് ഉത്തരം പറയേണ്ടി വരും, ഈ സുപ്രീം കോടതിയെ ധിക്കരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, സുപ്രീം കോടതി പറഞ്ഞതിന് എതിരായിട്ട് അനുസരണക്കേട് കാണിച്ചു എന്നാണ് സ്റ്റീഫൻ മില്ലർ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ഈ സുപ്രീം കോടതി ഒരു റീസണിംഗ് ഒന്നും പറയാത്ത സാഹചര്യത്തിൽ ജഡ്ജി എടുത്തിരിക്കുന്ന ഈ നിലപാടിൽ തെറ്റില്ല എന്നാണ് മറ്റു വിദഗ്ധർ പറയുന്നത്. എങ്ങനെയായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പം കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ കൂടി അവരുടെ രാജ്യത്തേക്കല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് അയക്കുക എന്ന് പറയുന്നതിന് ഒരു അസാംഗത്യവും ഒരു മാനുഷിക വിരുദ്ധത നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയല്ലാത്ത ആളുകൾ തോന്നുമായിരിക്കും, മറ്റുള്ളവർ വിഷമത്തിൽപ്പെടുന്നതും ദുഃഖിക്കുന്നതും ഒക്കെ കണ്ട് രസിക്കുന്ന ആളുകൾ കാണുമായിരിക്കും. പക്ഷെ നമുക്കങ്ങനെ തോന്നുന്നില്ല. അത് അവർ വന്ന രാജ്യത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് നോക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവരിൽ പലരും 3ാം രാജ്യത്തേക്ക് വിടുമെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങും, ഏതെങ്കിലും രീതിയിൽ മടങ്ങുന്നവരാണ്. അപ്പോൾ അതിനുള്ളൊരു വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഭരണകൂടം ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നത്.